സ്വാതന്ത്ര്യവും യുക്തിബോധവും ശ്രീ പി ജയരാജൻ, ഇന്ന് മോദി നടത്തിയത് രാഷ്ട്രവിരോധമാണ്, ഇന്ന് നടത്തിയ പ്രസംഗം ശരിയല്ല എന്ന് CPM പ്രതികരിക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെ RSS നേരത്തെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വാദമാണ് ഇപ്പോൾ BJP വക്താവ് പറഞ്ഞത്. അങ്ങ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്നാമതായി RSS ഇന്ത്യൻ ഫാസിസത്തിൻ്റെ പ്രതിരൂപമാണ്. ഫാസിസ്റ്റുകൾ എങ്ങനെയാണോ ലോകത്ത് നുണ പ്രചരിപ്പിച്ചത് അതേ ശൈലിയാണ് RSS പിന്തുടരുന്നത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്വീകരിച്ചിട്ടുള്ള വഴി യുദ്ധഭ്രാന്ത് പടർത്തലാണ്. ഇവിടെ മതഭ്രാന്ത് പടർത്തുന്ന ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രതീതി നിർമ്മാണം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക, തെറ്റായ പ്രതീതി നിർമ്മാണം നടത്തുക, ഇത് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് നെഹ്റു തന്നെ വേറെ ആരെയും ആശ്രയിക്കാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, RSSനെയാണ് ആശ്രയിച്ചതെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 79ാമത് ദിനത്തിൽ നടത്തുന്ന പ്രസംഗത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് എന്താണ് പങ്കാളിത്തം എന്ന കാര്യം നരേന്ദ്രമോദി പറയണ്ടേ? മിണ്ടിയിട്ടില്ലല്ലോ. ഈ BJP നേതാവിന് എന്താണ് പറയാനുള്ളത്? RSSകാർ വെറുതെ ഊർജം ചെലവഴിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ സമരം തന്നെ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒന്നല്ല എന്ന് കണക്കാക്കിയവരാണ് RSSകാർ. ഈ നമ്മുടെ RSSൻ്റെ താത്വികാചാര്യനായിട്ടുള്ള ഗോൾവാൾക്കർ വിചാരധാരയിൽ 138-ാം പേജിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ രാഷ്ട്രസങ്കല്പത്തിന് അടിത്തറയിട്ട പ്രാദേശിക ദേശീയതയുടെയും പൊതു അപകടത്തിൻ്റെയും സിദ്ധാന്തങ്ങൾ നമ്മുടെ യഥാർത്ഥ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നിയമവും പ്രചോദനവുമായിട്ടുള്ള ഉള്ളടക്കം നമുക്ക് നഷ്ടപ്പെടുത്തുകയും നിരവധി സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ ഫലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളാക്കി മാറ്റുകയും ചെയ്തു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ അംഗീകരിക്കാത്തവരാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ, വെടിയേറ്റ് കൊല്ലപ്പെടുന്ന അവസരത്തിൽ, തൂക്കിലേറ്റപ്പെടുന്ന സന്ദർഭത്തിൽ RSSൻ്റെ ശാഖയിൽ കബഡി കളിച്ച വിദ്വാൻമാരാണ് മോദിയുടെ ആത്മീയ ആചാര്യന്മാരായിട്ടുള്ള RSSൻ്റെ അക്കാലത്തെ നേതാക്കന്മാർ. ഇതാണ് RSSും സ്വാതന്ത്ര്യ സമരവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തുന്ന പ്രസംഗത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയേണ്ടത് രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചാണ്. ആ ഭരണഘടനയെക്കുറിച്ച് മിണ്ടാതെ ഇവിടെ RSSനെ കുറിച്ച് പറയുന്നു, അത് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണെന്ന് പറയുന്നു. RSSൻ്റെ ചരിത്രം രാജ്യത്തിലെ വർഗീയ കലാപങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം കലാപങ്ങളിൽ RSSൻ്റെ പങ്കാളിത്തം പല ജുഡീഷ്യൽ കമ്മീഷനുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരി വർഗീയ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിലും RSSൻ്റെ പങ്കാളിത്തം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്നദ്ധ സംഘടനയല്ല, ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടൊരു സംഘടനയാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രം പരിശോധിച്ചാൽ 48 കാലത്തെ വിഭജന കാലത്തെ കലാപങ്ങൾക്ക് ശേഷം ഈ രാജ്യത്ത് ഭരണഘടന രൂപപ്പെട്ടു. ആ ഭരണഘടനയ്ക്ക് ശേഷം, ഭരണഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷം രാജ്യത്ത് പലയിടത്തും നടന്നിട്ടുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ, കലാപങ്ങളിൽ ഇതിലൊക്കെ പങ്കുവഹിച്ചവരാണ് RSSകാർ. ശരി. അപ്പോൾ മനുഷ്യ രക്തത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ള ഹിംസ മൃഗത്തെപ്പോലെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നവരാണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിന് ഒരു സന്നദ്ധ സംഘടനയുടെ പരിവേഷം കൊടുക്കുക, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫാസിസ്റ്റുകൾ എപ്പോഴും തെറ്റായ പ്രതീതി നിർമ്മാണമാണ് നടത്തുക. ഹിറ്റ്ലർ യുദ്ധഭ്രാന്ത് പടർത്തിക്കൊണ്ടാണ് അവിടെ പ്രചരണം നടത്തിയെങ്കിൽ ഇവിടെ മതഭ്രാന്ത് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുക, വിഭജനം ഉണ്ടാക്കുക, ഇതാണ് അവർ പരിശ്രമിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.